അന്ന് അവരുടെ കയ്യിലുള്ള ആണവായുധങ്ങളും ആണവായുധം ഉണ്ടാക്കാനുള്ള യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള പ്ലാന്റുകളും അവരുടെ ആ ആക്രമണത്തിൽ തകർത്ത് തരിപ്പണമാക്കിയെന്ന് അന്ന് ട്രംപ് അവകാശവാദം ഉന്നയിച്ചു. ട്രംപ് എന്ന യുദ്ധവെറിയൻ ലോകത്തിന്റെ സമാധാനത്തിനെ ഓരോ ദിവസവും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധാനത്തിലുള്ള നോബൽ സമ്മാനം തനിക്ക് വേണമെന്ന് അവകാശപ്പെടുമ്പോഴും മറ്റു രാജ്യങ്ങളുടെ സമാധാനത്തിന്മേൽ കടന്നുകയറ്റം നടത്തുന്ന ഒരു യുദ്ധ ക്രിമിനലായി ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേറ്റ് വെറും 13 മാസക്കാലം പിന്നിടുമ്പോൾ വിവിധ രാജ്യങ്ങളിലാണ് ട്രംപിന്റെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത്. പരമാധികാര രാജ്യങ്ങളിലേക്ക് കടന്നുകയറുന്ന അമേരിക്കയുടെ ഇത്തരം നീക്കങ്ങൾ ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ട്രംപ് എന്ന ഭീകരവാദിയുടെ ആക്രമണം നേരിട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യമൻ, സിറിയ, നൈജീരിയ, ഇറാൻ, ഇറാഖ്, സൊമാലിയ, കരീബിയൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലാണ് അമേരിക്കയുടെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ ട്രംപ് നേതൃത്വം കൊടുത്തത്. ഇത് അമേരിക്കയുടെ പ്രസിഡന്റായ ട്രംപ് എന്ന ഭീകരവാദിയുടെ മുഖമാണ് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുക്കുന്നത് എന്ന് വ്യക്തമാണ്. 2025 മാർച്ചിൽ ഇറാഖിൽ ആക്രമണം നടത്തി. 2025 ഡിസംബറിൽ സിറിയയിൽ വ്യോമാക്രമണം നടത്തി. അതുപോലെ 2025 സൊമാലിയയിലും ഒരു വലിയൊരു വ്യോമാക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. യമനിൽ 2025 മാർച്ചിൽ നടത്തിയ ഹൂതി വിമതർക്കെതിരെ നടത്തിയ എന്ന് അമേരിക്ക അവകാശപ്പെട്ട ആക്രമണത്തിൽ 85ഓളം സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്. ഇത് ഒരു യുദ്ധ കുറ്റമായി അന്വേഷിക്കണമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആവശ്യപ്പെട്ടിരുന്നു. 2025 നൈജീരിയ ആക്രമിച്ചു. 2026 അമേരിക്ക വെനുസ്വേലയുടെ ക്യാപിറ്റലായ കാരക്കാസിൽ ഒരു വ്യോമാക്രമണം നടത്തി. ആ ആക്രമണത്തിൽ 83 പേർ കൊല്ലപ്പെട്ടു. കാരക്കാസിൽ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം ട്രംപ് ചെയ്തത് ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ നേരെ ഉള്ള കടന്നുകയറ്റമായിരുന്നു. വെനുസ്വേലയുടെ പ്രസിഡന്റായിരുന്ന നിക്കോളാസ് മഡൂറോയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉറങ്ങുന്ന സമയം അവരുടെ കിടപ്പുമുറിയിൽ പോയി അവരെ അറസ്റ്റ് ചെയ്ത് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളിതാ ലോകത്ത് മയക്കുമരുന്ന് കയറ്റുമതി ചെയ്യുന്ന, ഞങ്ങളിതാ ലോകത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് വലിയൊരു ധീരമായ പ്രവൃത്തിയാണ് അമേരിക്ക ചെയ്തതെന്ന് ഉള്ള ഒരു വിലയിരുത്തലാണ് അദ്ദേഹം അന്ന് നടത്തിയത്. 2025 ജനുവരി മാസം നിരന്തരം ഇസ്രയേലിന്റെ അഭ്യർത്ഥനയുണ്ട്, ഇറാനെതിരെ അമേരിക്ക ഒരു നിലപാടെടുക്കണം, ഇസ്രയേലിനോടൊപ്പം ഒരു യുദ്ധത്തിന് സന്നദ്ധരായി വരണമെന്നുള്ള ഇസ്രയേലിന്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് 2025 ജനുവരി മാസം അമേരിക്ക ഇറാനിൽ ഒരു വ്യോമാക്രമണം നടത്തുകയുണ്ടായി. അന്ന് ആ വ്യോമാക്രമണം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക ആരോപിച്ചത് ഇറാൻ ആണവായുധം ഉണ്ടാക്കുകയാണ്, അവരുടെ കയ്യിൽ യുറേനിയം ഉണ്ട്, യുറേനിയം സമ്പുഷ്ടീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ടെങ്കിൽ ലോകത്തിന് തന്നെ വളരെ ആപത്താണെന്നുള്ള തരത്തിലുള്ള പ്രചാരവേലകളാണെന്ന് അമേരിക്കയും ട്രംപും നടത്തിയത് എന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് വീണ്ടും 2026 ഇറാനെതിരെ ഒരു യുദ്ധവുമായി അമേരിക്കയും ഇസ്രയേലും പോയി എന്നുള്ളതാണ് അന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് സംശയമായി വായിച്ചെടുക്കാനുള്ളത്. അന്ന് അവരുടെ കയ്യിലുള്ള ആണവായുധങ്ങളും ആണവായുധം ഉണ്ടാക്കാനുള്ള യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള പ്ലാന്റുകളും അവരുടെ ആ ആക്രമണത്തിൽ തകർത്ത് തരിപ്പണമാക്കിയെന്ന് അന്ന് ട്രംപ് അവകാശവാദം ഉന്നയിച്ചു. പക്ഷേ ആ അവകാശവാദങ്ങൾ വെറും പൊള്ളയാണെന്നാണ് പിന്നെ ലോകം മനസ്സിലാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2026 വീണ്ടും അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിച്ചതും അവിടുത്തെ ജനങ്ങളെ ക്രൂരമായി കൊല ചെയ്തുകൊണ്ടിരിക്കുന്നതും. അമേരിക്ക ഇപ്പോ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിന് അമേരിക്കൻ ജനതയുടെ ഭാഗത്ത് നിന്ന് യാതൊരു സപ്പോർട്ടും അമേരിക്കയുടെ ഗവൺമെന്റ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്കയിൽ നടന്ന ഒരു സർവേയിൽ 80% ആളുകളും അമേരിക്കയുടെ ട്രംപിന്റെ ഈ ഏകപക്ഷീയമായ നടപടിക്കെതിരാണെന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ളത്. അമേരിക്കൻ കോൺഗ്രസും അമേരിക്കൻ സെനറ്റും ഉൾപ്പെടെ ഈ യുദ്ധത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സെനറ്റർമാർ പറയുന്നത് ഇത് ഒരു നുണ യുദ്ധമാണെന്നാണ്. ട്രംപ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നുണ പ്രചരിപ്പിച്ച് ഇറാനുമേൽ യുദ്ധം ചെയ്യുകയാണ്. അത്
ഇസ്രയേലിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു യുദ്ധമായി തന്നെ കാണണമെന്നാണ് അമേരിക്കയുടെ സെനറ്റർമാർ ട്രംപിനെതിരെ ശക്തമായ വിമർശനം നടത്തുന്നത്. ഈ യുദ്ധം കൊണ്ട് ഇസ്രയേലിന് മാത്രമാണ് നേട്ടമെന്നാണ് അമേരിക്കൻ സെനറ്റർമാരുടെ വിലയിരുത്തൽ. ഇറാൻ എന്ന് പറയുന്ന പരമാധികാര രാഷ്ട്രത്തിനെ കൊണ്ട് അമേരിക്കയ്ക്ക് യാതൊരു തരത്തിലുള്ള ഭീഷണിയും നിലവിലില്ല എന്നാണ് അവരുടെ വിമർശനം. ഇസ്രയേലിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അമേരിക്ക ഇത്തരത്തിൽ അവരുടെ ജനങ്ങളുടെ നികുതി പണം ഈ യുദ്ധത്തിന് വൻതോതിൽ ചെലവഴിക്കുന്നതെന്നാണ് അമേരിക്കൻ കോൺഗ്രസിന്റെയും സെനറ്റർമാരുടെയും ഒക്കെ വലിയ വിമർശനമായി പുറത്തു വരുന്നത്. ട്രംപിന്റെ യുദ്ധവെറിയെ പറ്റിയിട്ടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിരുന്നാലും ഒരു കാര്യം പറയാതെ പോകാൻ കഴിയില്ല. ഒരു പരമാധികാര രാഷ്ട്രത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണ് ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ഈ യുദ്ധം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു പരമാധികാര രാഷ്ട്രത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റം മാത്രമല്ല, അവരുടെ പരമപ്രധാനമായ ഒരു നേതാവിനെ അവരുടെ വീട്ടിൽ പോയി വകവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പറയുന്നു, ഇനി ആ രാജ്യത്ത് ഖമേനിയുടെ പിന്മുറക്കാരായി ആര് വന്നാലും അവരെയും വകവരുത്തുമെന്നുള്ള ഭീഷണിയും കൂടെയാണ് ട്രംപ് നടത്തിയിട്ടുള്ളത്. ഇത് ലോക സമാധാനത്തിന് തന്നെ വലിയൊരു ഭീഷണിയാണ്. ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായ ട്രംപുമാർ ഇനി അവരുടെ അധികാരം ദുരുപയോഗം ചെയ്ത് മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിലേക്ക് കടന്നു കയറാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.